എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആഷിഖ് അബൂബക്കർ എന്നാണ് പേര്. അവനൊരു ആർട്ടിസ്റ്റാണ്. തമിഴ് ഭാഷേനെ, തമിഴ് പാട്ടുകളൊക്കെ നന്നായി ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അവൻ എപ്പോഴും പറയാറുണ്ട് തമിഴിൽ പുതിയ വാക്കുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഉദാഹരണമായിട്ട് കൈപ്പേസി എന്നുള്ള വാക്കാണ് അവൻ ചൂണ്ടിക്കാണിക്കാറുള്ളത്. കൈപ്പേസി എന്ന് വെച്ചാൽ മൊബൈൽ ഫോണാണ്. നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഏതൊരു മലയാളിൻ്റെയും ഇൻസ്റ്റഗ്രാം ഇന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളങ്കാവലിലെ നിലാക്കായും വെളിച്ചം എന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം. നിലാവ് ഉരുകി ഒഴുകുന്നു എന്നാണ് നിലാക്കായും വെളിച്ചം എന്ന് പറഞ്ഞത്. പൊങ്കുതേ പരവശം, ഒരു തരം എക്സ്റ്റസി എൻ്റെ ഉള്ളിൽ വരുന്നു, ഒരു ആനന്ദലഹരി ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കണ്ണുകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. കണ്ണുകൾ ഉറങ്ങാതെ ഒരു മുഖം തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പുന്നകൈ പുതിരിനിൽ തടുമാറും ഇതയം. ഒരു പുഞ്ചിരിയുടെ രഹസ്യത്തിൽ, നിഗൂഢതയിൽ എൻ്റെ ഹൃദയം ഇടറുന്നു എന്ന, എൻ്റെ ഹൃദയം വിറയ്ക്കുന്നു എന്നർത്ഥമാണ്. എന്ത് നാളിൽ വന്നു ചേരും നം കാതൽ സംഗമം. ഏത് നാളിലാണ് നമ്മളുടെ പ്രണയത്തിൻ്റെ സംഗമം? ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു വരിയാണ്. ഉലാ പോകും മുകിൽ പോൽ എൻ മനം അലൈന്തിടും. നടക്കാനിറങ്ങുന്ന ഒരു മേഘം പോലെ എൻ്റെ മനസ്സ് അലഞ്ഞു തിരിയും എന്നാണ്. വിൺമീൻ മലർത്തോട്ടം എങ്കും ഒളിവിടും. വിൺമീൻ എന്നുള്ളത് തമിഴിൽ മാത്രം സാധ്യമായിട്ടുള്ളൊരു വാക്കാണ്. വിൺമീൻ എന്ന് വെച്ചാൽ താരകങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. വിൺമീൻ മലർത്തോട്ടം, നക്ഷത്രങ്ങളുടെ ഒരു പൂന്തോട്ടം എങ്ങും വെളിച്ചം വീശുന്നു, അല്ലെങ്കിൽ വെളിച്ചം പരത്തുന്നു എന്നാണ് അർത്ഥം. ആയിരം കനവുകൾ വിഴിയോരം മകിഴും. ആയിരം സ്വപ്നങ്ങൾ എൻ്റെ കൺകോണിൽ വിരിയുന്നു എന്നാണ് അർത്ഥം. എന്ത് നാളിൽ വന്നു ചേരും നം കാതൽ സംഗമം. ഏത് ദിവസമാണ് നമ്മൾ സംഗമിക്കാൻ പോകുന്നത്? നമ്മളുടെ പ്രണയ സംഗമത്തിൻ്റെ ദിവസം എന്നാണ് എന്ന് വീണ്ടും ഈ വരിയുടെ ആവർത്തനത്തിലാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസർ വളരെ മനോഹരമായ ഒരു ടർക്കിഷ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, റുബാബ് പോലത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊടുത്തിട്ടുള്ളത്. ആ മ്യൂസിക്കും കൂടി കേൾക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോകും. അങ്ങനെ അർത്ഥം കൊണ്ടും മ്യൂസിക് കൊണ്ടുമൊക്കെ സമൃദ്ധമായ ഒരു പാട്ടാണ് ഇത്. കണ്ടിരുന്ന, കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.